ശരീരരക്ഷയ്ക്കും രോഗപ്രതിരോധ ശേഷി വർധനവിനും വേണ്ടി നമ്മൾ മലയാളികൾ പൊതുവേ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു മാസമാണ് ഈ കർക്കിടക മാസം. അപ്പൊ അതിനു വേണ്ടിയിട്ട് മരിയാസിൽ എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ളത്? മരിയാസിന്റെ ആയുർവേദ കർക്കിടക കഞ്ഞി കിറ്റ്. ഈ കർക്കിടക മാസം തുടങ്ങുന്നതിന് ഒരുപാട് ദിവസങ്ങൾ മുമ്പേ തന്നെ ഈ കർക്കിടക കഞ്ഞി കിറ്റ് മരിയാസിൽ അവൈലബിൾ ആണോ എന്ന് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ എല്ലാ ദിവസവും കർക്കിടക കഞ്ഞി ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സിന് ഇത് എങ്ങനെ എത്തിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ആശയത്തിൽ നിന്നാണ് നമ്മൾ ഈ ഒരു കർക്കിടക കഞ്ഞി കിറ്റായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഈ ഒരു മാസം നമ്മൾ ആരോഗ്യ പരിരക്ഷയ്ക്കും കർക്കിടക ചികിത്സയ്ക്കുമായി എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞു വരുന്ന, അതായത് നല്ലൊരു ചൂടുകാലം കഴിഞ്ഞു വരുന്ന ഒരു സമയമാണ്. ഇപ്പൊ പുറത്ത് കൂടുതലും തണുപ്പാണെങ്കിലും നമ്മുടെ ഉള്ളിലെ ചൂട് അതേപോലെ നിലനിൽക്കുകയും വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, നമുക്ക് സ്കിൻ സംബന്ധമായിട്ടുള്ളതും ഇൻഫെക്ഷൻസും, പനി, ജലദോഷം അങ്ങനെയുള്ള അസുഖങ്ങൾ ഇപ്പോൾ കൂടുന്ന ഒരു സമയമാണ്. ഈ സമയത്തെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടും നമ്മൾ ഈ കർക്കിടക കഞ്ഞി നമ്മൾ അതിപുരാതന കാലം മുതലേ കഴിച്ചു വരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളാണല്ലോ കർക്കിടക മാസത്തിൽ കൂടുതലായിട്ട് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനേക്കിട്ട് മുൻതൂക്കം കൊടുക്കുന്നത്. പ്രസവം കഴിഞ്ഞവരും അതുപോലെ തന്നെ കൗമാരപ്രായത്തിലെത്തിയ സ്ത്രീകൾക്കൊക്കെയാണ് ഈ ഒരു കർക്കിടക മാസം നമ്മൾ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. സ്ത്രീകളിലാണെങ്കിൽ ആർത്തവ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും രക്തസ്രാവം കുറയ്ക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ചേരുവയായ ആശാളി നമ്മൾ ഇതിലേക്ക് പ്രധാനമായിട്ട് ചേർത്തിട്ടുണ്ട്. ഞവരയരി അയൺ, ആന്റി ഓക്സിഡൻസ്, വൈറ്റമിൻ ബി റിച്ച് ആണ്. ഇതിലധികം ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ ദഹനം സുഗമമാക്കുന്നുണ്ട്. ഇതിനോടൊപ്പം ചേർക്കുന്ന ഉലുവയും ആശാളിയും ദഹനത്തെ സുഗമാക്കുന്നതോടൊപ്പം തന്നെ വർദ്ധിച്ചിരിക്കുന്ന ദോഷങ്ങളെ തുലനം ചെയ്യുന്നതിനും സഹായിക്കുന്നുണ്ട്. കർക്കിടക കഞ്ഞിയിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കൂട്ടാണ് ഇത്. 17 തരം പച്ചമരുന്നുകളുടെ കൂട്ടാണിതാണ്. 5 തരം മരങ്ങളുടെ തൊലികളും മറ്റ് അങ്ങാടി മരുന്നുകളും ചേർത്ത് തയ്യാറാക്കി എടുക്കുന്ന ഒരു സ്പെഷ്യൽ കൂട്ടാണിത്. നമ്മുടെ കർക്കിടക കഞ്ഞിക്ക് രുചി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ദഹനം എളുപ്പത്തിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ചേർക്കുന്ന ജീരകം, ചതകുപ്പ, അയമോദകം, ഏലക്കായ തുടങ്ങിയ മരുന്നുകൾ ഉണക്കി പൊടിച്ചെടുത്തിരിക്കുന്നു. നമ്മുടെ മരുന്ന് കഞ്ഞി തയ്യാറാക്കുന്നതിന്റെ ആദ്യ പടിയായിട്ട് നമ്മൾ കഷായം തയ്യാറാക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് 1 ലിറ്റർ വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചിട്ട് അതിലേക്ക് നമ്മുടെ പച്ചില മരുന്ന് പൊടി ചേർത്ത്, സ്പെഷ്യൽ പൊടിയും ചേർത്ത് നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് കഷായം തയ്യാറാക്കി എടുക്കണം. കഷായം തിളച്ച് 5 മിനിറ്റ് നന്നായി തിളച്ചതിന് ശേഷം ഈ കഷായത്തിന്റെ തെളി ഊറ്റി ഇതിനാണ് നമ്മൾ അരി വേവിക്കേണ്ടത്. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ആശാളിയും ചേർക്കണം. അപ്പൊ അരി നന്നായിട്ട്, അരിയും ഉലുവയും ആശാളിയും കൂടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്ത പൊടികൾ ചേർക്കാം. ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് എല്ലാ പ്രായക്കാർക്കും തന്നെ ഉപയോഗിക്കാൻ പറ്റിയതാണ്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചക്കര ചേർക്കാം. ശർക്കരയല്ല, ചക്കര ചേർത്ത് കുട്ടികൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ഇന്ദുപ്പ് ചേർക്കാവുന്നതാണ്. കൂടാതെ നെയ്യോ തേനോ ഒക്കെ ഒഴിച്ച് നമുക്കിതിന്റെ സ്വാദ് വർദ്ധിപ്പിക്കാവുന്നതാണ്. എല്ലാ പ്രായക്കാരിലും പ്രത്യേകിച്ച്